മാസപ്പടി അന്വേഷണവുമായി ബന്ധപ്പെട്ട് CMRL ചീഫ് ഫിനാൻസ് ഓഫീസർ KS സുരേഷ് കുമാർ ഇഡിക്ക് മുൻപ് ഹാജരായി. ചീഫ് ജനറൽ മാനേജർ P സുരേഷ് കുമാറും ഇഡി ഓഫീസിലെത്തി. ഇവരെ നേരത്തെ ഒന്നിലധികം തവണ ഇഡി വിളിച്ചു വരുത്തിയിരുന്നു. ഡാനി പോളിന്റെ റിപ്പോർട്ട്. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇഡിയുടെ അന്വേഷണം തുടരുകയാണ്. CMRL ഉദ്യോഗസ്ഥരെയാണ് ഈ ദിവസങ്ങളിൽ കൂടുതലായും തന്നെ ചോദ്യം ചെയ്യുന്നത്. CMRL MD ശശിധരൻ കർത്തയുടെ വീട്ടിൽ നടന്ന ചോദ്യം ചെയ്യലിന് ശേഷം അവിടെ നിന്ന് ചില രേഖകൾ കണ്ടെടുത്തിരുന്നു. അതിൻ്റെ സൂക്ഷ്മമായ പരിശോധനകൾക്ക് ശേഷമാണ് വീണ്ടും ഉദ്യോഗസ്ഥരോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നത്. അതനുസരിച്ച് ഇന്ന് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായ KS സുരേഷ് കുമാർ, അതോടൊപ്പം തന്നെ ചീഫ് ജനറൽ മാനേജർ P സുരേഷ് കുമാർ എന്നിവർ ഇന്ന് ഇഡി ഓഫീസിൽ ഹാജരായിട്ടുണ്ട്. മറ്റ് ഉദ്യോഗസ്ഥർക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരെയും വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യലിലേക്ക് ഇഡി കടന്നേക്കും. പ്രധാനമായും തന്നെയും 1,70,00,000 രൂപ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ്റെ കമ്പനിയായ എക്സാലോജിക്കിന് കൈമാറിയെന്ന് സംബന്ധിച്ച് വ്യക്തമായ ഒരു വിവരങ്ങൾ ഇഡിക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഏത് രീതിയിലാണ് കൈമാറിയിരിക്കുന്നത്, എന്ത് സേവനമാണ് നൽകിയത് എന്നത് സംബന്ധിച്ചുള്ള ഇഡിയുടെ അന്വേഷണങ്ങൾക്ക് ഇതുവരെയും വ്യക്തമായൊരു ഉത്തരം നൽകാനായിട്ട് ഇവർക്ക് കഴിഞ്ഞിട്ടില്ല, CMRLന് കഴിഞ്ഞിട്ടില്ല. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾക്ക്, ഇത് സംബന്ധിച്ച് ഇഡി പിടിച്ചെടുത്ത രേഖകളിലും ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു നിർദ്ദേശങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. CMRL ഉദ്യോഗസ്ഥർ ഇതുവരെ നൽകിയിരിക്കുന്ന ഒരു വിവരമനുസരിച്ച് ഇത്തരം ഒരു കരാറുണ്ട്. അത് കമ്പനിയുടെ അധികാര പരിധിയിൽ വരുന്ന ചില കാര്യങ്ങളുടെ ഭാഗമായിട്ടുള്ളതാണ്. പക്ഷേ ഇത് സംബന്ധിച്ച പൂർണ്ണമായ കാര്യങ്ങളെല്ലാം തന്നെ MDക്ക് അറിവുള്ളതാണ്. ഈ പണം കൈമാറിയത് സംബന്ധിയായ കാര്യങ്ങളുമെല്ലാം തന്നെ സുതാര്യമാണ് എന്ന രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ഇത് ഈ കരാർ സംബന്ധിയായ കാര്യങ്ങൾ എന്തിനാണോ, എന്ത് സേവനമാണ് നൽകിയിരിക്കുന്നത്, IT സേവന ദാതാക്കൾ എന്ന് പറയുമ്പോൾ പോലും അത് ഏത് രീതിയിലുള്ള ഒരു സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ടുള്ളതാണ്, അങ്ങനെ ഒരു സേവനം ലഭ്യമായിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് ആർക്കും തന്നെ ഒരു വ്യക്തമായൊരു ഉത്തരം നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഇതുവരെയും ഇഡിയിൽ നിന്ന് അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത്തരമൊരു കാര്യങ്ങളിലുള്ള ചോദ്യം ചെയ്യലാണ് പുരോഗമിക്കുന്നത്. CMRLലെ ഉദ്യോഗസ്ഥരുടെ അടക്കം ചോദ്യം ചെയ്യൽ പൂർത്തിയായാലുടൻ എക്സാലോജിക്കിന് ഇക്കാര്യത്തിൽ എന്താണ് പറയുവാനുള്ളത്, എന്ത് വിശദീകരണമാണ് ഇക്കാര്യത്തിൽ നൽകാനുള്ളത് എന്നതടക്കമുള്ള നടപടികളിലേക്ക് ഇഡി സ്വാഭാവികമായും തന്നെ കടക്കുകയും ചെയ്യും. അതിനുള്ള ഒരു തയ്യാറെടുപ്പിലേക്കും ഇഡി കടന്നിരിക്കുന്നു. അത് എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും, അതോടൊപ്പം ഏറ്റവും പ്രധാനമായിട്ട് തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ തന്നെയായിരിക്കും ഇതിൽ കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടി വരിക. അപ്പോൾ അതിനുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് അടക്കം ഇഡി കടക്കുകയാണ്. അതിൽ ഇപ്പോൾ നടക്കുന്ന ചോദ്യാവലിക്ക് ശേഷം, ഇപ്പോൾ നടക്കുന്ന ചോദ്യം ചെയ്യൽക്കെല്ലാം ശേഷം തന്നെ ഇഡി അടുത്ത നടപടികളിലേക്ക് വൈകാതെ തന്നെ നീങ്ങും എന്നാണ് ലഭ്യമാകുന്ന വിവരം.